മോർണിംഗ്. ഓരോ പോലെ നമ്മുടെ ലാസ്റ്റ് ഡേ ഇനി VBS ഇല്ല. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മളിന്ന് VBSന്റെ എത്രാമത്തെ ദിവസമാണ്? നമ്മുടെ VBSന്റെ 6ാമത്തെ ദിവസം. നമ്മള് VBSന്റെ 6ാമത്തെ ദിവസവും അവസാനത്തെ ദിവസമാണ്. ഇനി നമുക്കുള്ളത് നാളെ നമ്മുടെ ഫൈനൽ ഡേ പ്രോഗ്രാമും നമ്മുടെ റാലി, നമ്മുടെ ഫൈനൽ ഡേ പ്രോഗ്രാമും കൂടെ ഉള്ളൂ ഇനി നമുക്കുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം കൂടെ ഉള്ളു നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ മൊത്തം പവർ എടുത്ത് നിൽക്കാൻ പറ്റുന്നത്, അല്ലേ? അത് റെഡി? അത് റെഡി? അയ്യോ, അവിടെ ഊന്നൊക്കെ പറയാം. അത് റെഡി? ഓക്കെ, ഇന്ന് ബൈബിൾ വായിക്കുന്നത് നമ്മുടെ ജോവിറ്റ മോളാണ്. ജോവിറ്റ മോളെ ബൈബിൾ വായിക്കുന്നതിനെ ക്ഷണിക്കുന്നു. നല്ലൊരു കൈ കൊടുത്തേ. ഏത് വേദന വായിച്ചെന്ന് അറിയാമോ? മനസ്സിലായോ? പത്രോസ് എന്തോ ചെയ്യുന്നതാണ്? പത്രോസ് യേശു കർത്താവിനെ 3 തവണ തള്ളി പുറത്ത വേദന. നല്ലൊരു കൈ ഒന്നുകൂടെ കൊടുത്തേ. ഓക്കെ, ഇനി നമുക്ക് മുദ്രാവാക്യം സഹായിക്കുന്നത് ഇവാമോളാണ്. ഇവാമോളെ ക്ഷണിക്കുന്നു. ഒരു മോട്ടിവേഷൻ ആണ്. നാളെ നമുക്ക് അവസരമുണ്ട്. നാളെ രാവിലെ നമ്മൾ റാലിയായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന ആട്ടുകളൊക്കെ ഞങ്ങളെ മനസ്സിരിക്കുന്നത് നടത്താവേ. ഇനി ഞങ്ങളെ അവസാന ദിവസങ്ങളിൽ നടത്താവേ. മഴക്കാലം നടത്താവേ. ഞങ്ങളിപ്പോൾ ക്ലാസ്സിലായിട്ടൊക്കെ പിന്നെ പോകുന്നത് നടത്താവേ. മഴക്കാലം പഠിക്കാൻ നടത്താവേ. യേശുവിനെ
You may feel the difference, but God is perfectly. Look at the sun, look at the moon, look at the stars, they shine so bright. Look at the light, look at the lamp, look at them all, how good they are. God made you and me, He made us perfectly. You may feel the difference, but God is perfectly. You may be tall, you may be short, you may be big or fat, big or you may be dark, you may be small, you may be cold or not so much. God made you and me, He made us perfectly. You may feel the difference, but God is perfectly. God made you and me, He made us perfectly. You may feel the difference, but God is perfectly. God made you and me, He made us perfectly. You may feel the difference, but God is perfectly. മരുഭൂമിയിൽ താമസിച്ച് പ്രാർത്ഥിച്ച യേശുവിനോട് സാത്താൻ പരീക്ഷിച്ചോടിയതെന്തെന്നറിയണ്ടേ. ഈ കല്ലുകൾ അപ്പമാക്കി തിരുത്തനായിടുന്ന ദൈവപുത്രനാണല്ലോ നീ എന്തേ ചെയ്തൂടേ. സാത്താനെ ദൈവത്തിൻ വചനം കൊണ്ട് ജീവിക്കാമെന്നത് സത്യ ദൈവത്തിൻ വചനം. സാത്താനെ ദൈവത്തിൻ വചനം കൊണ്ട് ജീവിക്കാമെന്നത് സത്യ ദൈവത്തിൻ വചനം. തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് 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 തകതിനോ തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് 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 തകതിനോ. ഗോപുരമുകളിൽ നിന്നും നീ താഴേക്ക് ചാടിയിടുക, നിൻ ദൈവം നിന്നെ കൈകളിൽ താങ്ങിടുമെന്നല്ലോ. സാത്താനെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്നത് ദൈവത്തിൻ വചനം. സാത്താനെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്നും ദൈവത്തിൻ വചനം. തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് 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 തകതിനോ തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തകതിനോ. പിന്നെയും സാത്താൻ വന്നു യേശുവിനോട് ഓടിയതല്ലേ, നീ എന്നെ നമസ്കരിച്ചാൽ എല്ലാം നൽകിടുക. സാത്താനെ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ചിടുമെന്ന് ദൈവത്തിൻ വചനം. സാത്താനെ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ചിടുമെന്ന് ദൈവത്തിൻ വചനം. തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് 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 തകതിനോ തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് 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 തകതിനോ തകതിന് തകതിന് തിന്താന തകതിന് തകതിന് തിന്താന തകതിന് 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 തകതിനോ. രണ്ടാമത്തെ, ഗോപുരമുകളിൽ നിന്നും നീ താഴേക്ക് ചാടിയിടുക, നീ
നിൻ ദൈവം നിന്നെ കൈകളിൽ താങ്ങിടുമെന്നല്ലോ. വചനം കൊണ്ടും ജീവിക്കാമെന്നത് സത്യ ദൈവത്തിൻ വചനം. സാത്താനെ ദൈവത്തിൻ വചനം കൊണ്ടും ജീവിക്കാമെന്നത് സത്യ ദൈവത്തിൻ വചനം. തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ. ഗോപുരമുകളിൽ നിന്നും നീ താഴേക്ക് ചാടിടുക നീ, നിൻ ദൈവം നിന്റെ കൈകൾ താങ്ങിടുമെന്നല്ലോ. സാത്താനെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്നത് ദൈവത്തിൻ വചനം. സാത്താനെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്നത് ദൈവത്തിൻ വചനം. തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ. പിന്നെയും സാത്താൻ വന്ന് യേശുവിനോട് ഓതിയതെന്നാൽ നീ നമസ്കരിച്ചാലെല്ലാം നൽകിടും ഞാൻ. സാത്താനെ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ചിടുക എന്നത് ദൈവത്തിൻ വചനം. സാത്താനെ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ചിടുക എന്നത് ദൈവത്തിൻ വചനം. തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ തകതിനി തകതിനി തിന്താന തകതിനി തകതിനി തിന്താന തകതിനി 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 തകചെലുതോ.
വിളിക്കുന്നത് ദൈവമാണ് വിളിച്ചത്. അപ്പം ദൈവം നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ലേ? ഇല്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നമ്മളാണ് വിളിച്ചതെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം പകരുന്നതെന്ന് അറിയാമോ? എങ്ങനെയാ നമ്മൾ വെളിച്ചം പകരുന്നത് മറ്റുള്ളവരിലേക്ക്? നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, അതിലുപരിയായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിൽ പഠിക്കുന്ന സത്യം, നമ്മുടെ സാക്ഷ്യത്തിലൂടെ. നമ്മുടെ പ്രവൃത്തിയായിരിക്കണം നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ സാക്ഷ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സാക്ഷ്യമാണ് നമ്മൾ വെളിച്ചം പകരുന്നതായി മാറുന്നത് എന്നുള്ളത് ഒരു ബോധ്യം നൽകുവാൻ വേണ്ടി കൂടിയാണ് ഈ സത്യം നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, കഥാപാത്രം എന്ന് പറയുന്നത്, നമ്മളിത് വായിച്ചു കേട്ടാൽ രാവിലെ വേദഭാഗം നമ്മൾ വായിച്ചു കേട്ടല്ലോ. ആരായിരുന്നു? പത്രോസ് അല്ലേ? പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? കർത്താവ് അവനൊരു പേര് നൽകുന്നുണ്ട്. എന്തുവാണെന്നറിയാമോ? എന്തോ കർത്താവ് നൽകുന്ന പേര്? പാറ. അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് നീ കേഫ, അല്ലെങ്കിൽ പാറ. പത്രോസെ നീ പാറയാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ പത്രോസെ നീ പാറയാകുന്നു എന്ന് പറയുമ്പോൾ ആ ഉറച്ച പാറയിൽ, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആ ഉറച്ച പാറയിൽ ക്രിസ്തു സഭയെ പണിതുന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന സഭയല്ലായിരുന്നു ആദിമ സഭ. ഇന്ന് ഒരുപാട് സഭകൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് രീതികൾ, ഒരുപാട് ലിറ്ററേച്ചർ. പക്ഷെ ആദിമ സഭയെ പറ്റി നിങ്ങൾ പഠിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ അതില് ആദിമസഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു മനസ്സുള്ളവരും ഒരേ രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പം ഈ സഭയ്ക്ക് ബേസ് ഉണ്ടായത്, അല്ലെങ്കിൽ സഭയ്ക്ക് ബേസ് ഉണ്ടാക്കിയത് പത്രോസിൽ നിന്നാണ്. പത്രോസിനെ ഒരു പാറയെ പ്രഖ്യാപിച്ച് ആ പാറയെ സഭയെ പണിയുവാൻ ക്രിസ്തുവിന് സാധിച്ചു. ആ സഭയാണ് ഇന്ന് വളരെ അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും ദൈവത്തെ മാറുക. ഈ പത്രോസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. പത്രോസിന് എന്താ അറിയാമോ? പാറയാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പത്രോസ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ് എന്ന് പറഞ്ഞത്. അത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് എപ്പോഴും യേശു കർത്താവിന്റെ കൂടെ നടന്നിരുന്ന ഒരു ശിഷ്യനായിരുന്നു പത്രോസ് എന്ന് പറയുന്നത്. പലപ്പോഴും യേശു കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ ആഗ്രഹിച്ചു, അതുപോലെ തന്നെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു ശിഷ്യനായിരുന്നു ഈ പത്രോസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ പത്രോസ് ഒരു പണി കാണിച്ചു. എന്താണെന്നറിയാവോ? യേശുവിനെ തള്ളി പറഞ്ഞു. നമ്മളതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ലേ? കാരണം കർത്താവ് ഓൾറെഡി പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്നെ ഓടി പോകുന്നതിന് മുമ്പേ 3 തവണ തള്ളി പറയുന്നത്. അപ്പൊ പത്രോസിന് അറിയാമായിരുന്നു, പത്രോസ് ഇത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അപ്പൊ എന്താണ് പറഞ്ഞത്? പത്രോസ് പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയുക. അപ്പൊ പത്രോസ് ഇത് പ്രതീക്ഷിച്ച കാര്യമാണ്, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് പത്രോസിന്റെ അറിവിലേക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം എത്തിച്ചതാണ്, നീ എന്നെ 3 തവണ തള്ളി പറയുന്നത്. അല്ലാതെ അത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരാൾ എന്ന് പറയുമ്പോൾ 3 തവണ തള്ളി പറഞ്ഞ പത്രോസ്. പക്ഷേ യേശു കർത്താവിനെ രക്ഷിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. പത്രോസ് കർത്താവിനെ 3 തവണ തള്ളി പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 തവണയാണ് തള്ളി പറഞ്ഞത് എന്നാണ് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? ആ അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 തവണ തള്ളി പറഞ്ഞ പത്രോസിനോട് തന്നെ യേശു കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് 3 തവണ. എന്താണെന്നറിയാമോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ 3 തവണ തള്ളി പറഞ്ഞ പത്രോസിനോട്, അല്ലെങ്കിൽ തന്നോട് തെറ്റ് ചെയ്ത പത്രോസിനെ വീണ്ടും സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പത്രോസിനോട് തന്നെ 3 തവണ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ 3 തവണ ചോദിച്ചു കഴിയുമ്പോൾ പത്രോസ് കരഞ്ഞെന്നാണ് പറയുന്നത്. 3 തവണ തള്ളി പറഞ്ഞപ്പോൾ പത്രോസ് കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. 3 തവണ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം പത്രോസ് വാവിട്ട് കരഞ്ഞു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഓരോരുത്തരെയും
നമ്മൾ തെറ്റ് ചെയ്താലും വീണ്ടും കളറടിക്കണം. കളറടിക്കാൻ നമുക്ക് സമയമുണ്ടായിരുന്നു, ഇപ്പൊ അടിക്കണ്ട കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്താലും വീണ്ടും ആ തെറ്റിനെ ക്ഷമിച്ച് നമുക്ക് വീണ്ടും ഒരവസരം നൽകി നമ്മളെ പുതുക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഈ സത്യത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പുതുക്കപ്പെട്ട പത്രോസാണ് പിന്നീട് വലിയ കർത്താവിന്റെ ഒരു സാക്ഷിയായി തീർന്നത്. പിന്നീട് പത്രോസിന്റെ അനുഭവമൊക്കെ നമുക്കറിയാം. അദ്ദേഹം ബലഹീനനായിരുന്നു അദ്ദേഹം പറയുന്നത്. കാരണം പത്രോസ് ആരായിരുന്നു ആദ്യം? യേശു കർത്താവ് പത്രോസിനെ വിളിച്ചപ്പോൾ പത്രോസ് ആരായിരുന്നു? മുക്കുവനായിരുന്ന പത്രോസിനെയാണ് കർത്താവ് വിളിച്ച് അവന്റെ മേലാണ് ഈ സഭയെ പണിയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നത് ഒരനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഒരു പെന്തക്കോസ്ത് നാളിന്റെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ പത്രോസിന്റെ മേൽ എന്താണ് വന്നത്? അവിടെ പത്രോസിന്റെ മേൽ എന്താ വന്നത്? ആവസിച്ചത് പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്ന് അനേകം പേരുടെ മുമ്പിൽ നിന്ന് വചനം പറഞ്ഞ് ക്രിസ്തുവിന്റെ വചനം പറഞ്ഞ് ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാൻ പത്രോസിനെ പരിശുദ്ധാത്മാവ് ഇടനിർത്തി എന്നുള്ളതും കൂടിയാണ് ഈ സത്യങ്ങളോടെ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തോടെ പത്രോസിനെ ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് അല്ലേ? തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ല. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള തെറ്റ് എല്ലാവരും ചെയ്യും. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്താലും നമ്മെ സ്നേഹത്തോടെ മാടി പിടിച്ച് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് അല്ലേ? നമുക്ക് ഒരവസരം കൂടെ തന്ന് നമ്മളെ സാക്ഷ്യത്തിന് ഒരു വലിയൊരു സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കുന്ന ഒരു ദൈവം കർത്താവ് നമുക്കുണ്ട്. നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ മനപ്പാഠം പഠിച്ചാലോ? ഞാൻ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഞാൻ ഡിവോഷൻ എടുത്ത ഒട്ടുമിക്ക ദിവസവും നിങ്ങളോട് പറഞ്ഞൊരു വാക്യമാണ്. ഞാൻ റെഫറൻസ് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കുമായിരിക്കും. മത്തായി 5:16 മനസ്സിലായോ? റെഫറൻസിലിട്ട് മനസ്സിലാക്കണം. കാരണം ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറഞ്ഞൊരു വാക്യമാണ്. എല്ലാ സത്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുവാ? മത്തായി 5:16 മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങൾ എല്ലാവരെയും മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങൾ വിളിച്ച് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങൾ എല്ലാവരെയും മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വിളിച്ച് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇത് പ്രത്യേകിച്ച് നിങ്ങളെ കാണാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും സീനിയർ കുട്ടികൾ, പ്രത്യേകിച്ച് സീനിയർ കുട്ടികളെ ഇതൊന്നും കാണാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അറിയാവുന്ന തന്നെയാണ്. നിങ്ങൾക്കത് അറിയാമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എങ്കിലും ഞാൻ അതൊന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങൾ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങൾ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളെ വിളിച്ച് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് സീനിയേഴ്സിന്റെ വാക്യം. ജൂനിയേഴ്സിന്റെ വാക്യം എന്താ അറിയാമോ? ഈ വാക്യത്തിന് തന്നെ അവസാനത്തെ ലൈനാണ്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പറഞ്ഞേ, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വേദവാക്യം മത്തായി 5:16. മത്തായി 5:16 വാക്യം എന്തായിരുന്നു? നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. കുഞ്ഞുങ്ങളെ, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമുള്ള ഒരു ശുശ്രൂഷയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഒരു അച്ഛനാവാനോ അല്ലെങ്കിൽ മിഷണറി ആവാനോ ഒരു സുവിശേഷകനാവാനോ ഒക്കെ സാധിച്ചെന്ന് വരത്തില്ല. കാരണം കർത്താവ് പറയുന്നു, ഒരുവൻ എന്നെ അനുഭവിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. അപ്പോൾ ഒരുവൻ സമർപ്പിതനായാൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വേലയ്ക്ക് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അവന് ക്രിസ്തുവിന്റെ ക്രൂശെടുത്ത് അനുഭവിക്കാൻ എന്ന് പറയുന്നത്.
അവരുടെ ജീവിതത്തിൽ തീർച്ചയായും കഷ്ടതകൾ ഉണ്ടാവും. ആ കഷ്ടതയാകുന്ന അവന്റെ കുരിശ്, അവന് വന്ന് ചേർന്നേക്കാവുന്ന കുരിശ് എടുക്കുവാൻ തയ്യാറാണോ എന്നാണ് ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഞാൻ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രകാരം 3 തവണ യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാനിതാ നോക്കുമോ നൽകിടാ വൈതരാ മരഞ്ഞിടൂ യേശുവേ ഞാനിതാ എന്നെ നീ നോക്കുമോ നൽകിടാ പൈതരാ മരഞ്ഞിടൂ ഞാനിതാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വർഷവും നിങ്ങൾക്ക് വെക്കേഷൻ ബൈബിൾ സ്കൂളായിട്ട് ചേർന്ന് വരുവാനും അങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങളുടെ ജീവിതങ്ങളിൽ നല്ല നല്ല പരിശീലനങ്ങൾ നേടുവാനൊക്കെ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾ അഭ്യസിച്ച ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുവാനൊക്കെ ഉള്ള കർത്താവ് സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുമെങ്കിലും ഓരോ പ്രതിസന്ധികളുടെ മുൻപിലും ഓരോ ആകർഷണങ്ങളുടെ മുൻപിലും ഞങ്ങൾ അതിനെയൊക്കെ മറന്നു കളയുന്ന കുറവുകൾ ഞങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ കുഞ്ഞു മനസ്സുകളിൽ കർത്താവേ, നിന്റെ മകനിലൂടെ വിധിക്കപ്പെട്ട വിത്തുകൾ 30, 60, 100 മേനിയായി ഫലം ചെയ്യുവാൻ വരുന്ന നാളുകളിൽ ഇടയാക്കണമേ. നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിന്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കായി, വിവിധങ്ങളായ സഹായങ്ങൾ നൽകിയ വോളണ്ടിയേഴ്സിനായിട്ടും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പേരൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിലെ അധ്വാനം വൃഥാവായി പോകുവാൻ ഇടയാക്കലേ എന്ന് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോയ്സിന് വേണ്ടി സ്തോത്രം. നിന്റെ മകനിലൂടെ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ അവിടുന്ന് നിറവേറ്റിയതിനാൽ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ സെഷനുകളിലും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് മാനിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എപ്പോഴും അവരെ പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ കൃപയും കാവലും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ദൈവ വചനമാകുന്ന മുത്തുകളോടുകൂടെ അതിൻ്റെ വളർച്ചയോടും ഫലപ്രാപ്തിയോടും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.